ഹായ്, എൻ്റെ പേര് ഡോക്ടർ മുഹമ്മദ് അർഷദ്. ഞാൻ മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വിഷാദ രോഗത്തെക്കുറിച്ചിട്ടാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, തുടർച്ചയായിട്ട് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന അമിതമായിട്ടുള്ള സങ്കടം, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും ഒരു താല്പര്യം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ സന്തോഷം കിട്ടാതിരിക്കുക, അമിതമായിട്ടുള്ള ക്ഷീണം, ഇതൊക്കെയാണ് സാധാരണ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാറുള്ളത്. ഇപ്പോൾ നമ്മൾ WHO ഒക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ കുറഞ്ഞത് 5% ജനങ്ങൾക്കെങ്കിലും വിഷാദരോഗമുണ്ട്. പല സമൂഹത്തിലും അത് 18-20% ആയിട്ടാണ് പറയുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക് മിസ്സായി പോകുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അമിതമായിട്ടുള്ള സങ്കടം അല്ലെങ്കിൽ ക്ഷീണം, ഈ പറഞ്ഞ ലക്ഷണങ്ങളല്ലാതെ സാധാരണ ജനങ്ങൾ പറയുന്ന മറ്റ് ചില ലക്ഷണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, അവർക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക, എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് മറന്നു പോവുക, അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ച ജോലി അവർ മറന്നു പോവുക, അങ്ങനത്തെ ആ ഒരു കോൺസെൻട്രേഷൻ കുറവ്, അത് പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് ഡിപ്രഷൻ്റെ ലക്ഷണമായിട്ട്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ദേഷ്യം. സാധാരണ നമ്മൾ ഡിപ്രഷൻ്റെ കാര്യത്തിൽ പറയുന്നത് അമിതമായിട്ടുള്ള സങ്കടം എന്നുള്ളതാണ്. പക്ഷേ പല വ്യക്തികളിലും കാണുന്നത് അമിതമായിട്ടുള്ള ദേഷ്യമായിരിക്കും. മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് ദേഷ്യപ്പെടുക, അത് പലപ്പോഴും ഡിപ്രഷൻ്റെ ഒരു ലക്ഷണമാവാൻ സാധ്യതയുണ്ട്. സാധാരണ നമ്മൾ ഡിപ്രഷനിൽ കാണുന്നത് ഉറക്കം, അതുപോലെ തന്നെ വിശപ്പ്, അതൊക്കെ കുറയുന്ന പോലെയാണ്. എന്നാൽ ചില ആൾക്കാരിൽ അതിൻ്റെ വിപരീതമായിട്ട് ഉറക്കം, വിശപ്പ് അതൊക്കെ കൂടുന്ന പോലെയും കാണാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് അമിതമായിട്ടുള്ള ദേഷ്യം, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ്റെ കുറവ്, കൂടുതലായിട്ട് ഉറങ്ങിപ്പോവുക, അതുപോലെ തന്നെ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുക, അതൊക്കെ പലരും തിരിച്ചറിയില്ല അവർക്കിത് ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നുള്ളത്. അതുപോലെ തന്നെ കാണുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് അമിതമായിട്ട് ലഹരി ഉപയോഗിക്കുക. മദ്യത്തിൻ്റെ അളവ് കൂടുക, സിഗരറ്റിൻ്റെ അളവ് കൂടുക, അല്ലെങ്കിൽ ഫോണിൽ, അല്ലെങ്കിൽ മറ്റു പെരുമാറ്റപരമായിട്ടുള്ള അഡിക്ഷൻ, അതും പലപ്പോഴും ഡിപ്രഷൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് കാണാറുണ്ട്. സ്ത്രീകളിലാണെങ്കിൽ പലപ്പോഴും നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത ലക്ഷണങ്ങൾ, അതായത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വേദന അനുഭവപ്പെടുക, അത് മാറി മാറി വരിക, അതുപോലെ തന്നെ വയറിൽ കൂടുതലായിട്ട് അസ്വസ്ഥത അനുഭവപ്പെടുക, നെഞ്ചിൽ കൂടുതലായിട്ട് അസ്വസ്ഥത അനുഭവപ്പെടുക, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെയും ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ പോയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഡിപ്രഷനുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാർക്കുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ് ഡിപ്രഷന് പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ആൻറ്റി ഡിപ്രസൻസ് അല്ലെങ്കിൽ അതിൻ്റെ മെഡിസിൻസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ. അതായത് പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു മെഡിസിൻ, ആ ഒരു മെഡിസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് ഇത് അഡിക്ഷൻ ഉണ്ടാക്കുന്ന മെഡിസിൻ അല്ലേ, അല്ലെങ്കിൽ ഇത് ലിവറിനെ ഡാമേജ് ചെയ്യുന്ന അല്ലെങ്കിൽ കിഡ്നിയെ ബാധിക്കുന്ന മെഡിസിൻ, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. പക്ഷെ അത് തികച്ചും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വരുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും സൈക്കാട്രിക് മെഡിക്കേഷൻസ് അഡിക്ഷൻ ഉണ്ടാക്കുന്ന മെഡിസിൻസ് അല്ല. കാരണം അത് നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള സമയത്തേക്കാണ് കൊടുക്കുന്നത്. അത് ചില ആൾക്കാരിൽ ആഴ്ചകളായിരിക്കാം, ചില ആൾക്കാരിൽ മാസങ്ങളായിരിക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരിക്കലും അഡിക്ഷൻ ഉണ്ടാക്കുന്ന മെഡിസിൻ അല്ല. രണ്ടാമത്തെ വിഷയം, അത് നമ്മുടെ ഏതെങ്കിലും ശരീരത്തിലെ അവയവങ്ങളെ ബാധിക്കുമോ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. അത് തികച്ചും ഒരു ശരിയായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല. കാരണം പലപ്പോഴും കിഡ്നി പേഷ്യൻറ്റിനും അതുപോലെ തന്നെ ലിവർ പേഷ്യൻറ്റിനൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള മെഡിസിൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കരുത്. കാരണം പലപ്പോഴും നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴായിരിക്കും നമുക്കറിയാം, അതായത് നമ്മൾ ഇത്രയും കാലം ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു കണ്ണട വെച്ചിട്ടുള്ള ഞാൻ മുമ്പ് കണ്ണട വെക്കാത്ത സമയത്താണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് അറിയുന്നില്ല എത്രമാത്രം കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്ട്രെയിൻ എടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ ആ ഒരു കണ്ണട ഇടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും കാലം നമ്മൾ സ്ട്രെയിൻ എടുക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഈ ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത് ഡിപ്രഷനിൽ സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്ത ലക്ഷണങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട മരുന്നുകളെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണയും കുറിച്ചുമാണ്. ഇന്ന് നമ്മൾ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൂടുതലായിട്ട് വിവരങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.